നമസ്കാരം. ജെ വീഡിയോ സ്റ്റുഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC ഉറപ്പായും ചോദിക്കുന്ന കണക്ക് ചോദ്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന കണക്കിൻ്റെ ഒരു 3 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മിക്ക എക്സാമിനും കേരള PSCയുടെ മിക്ക എക്സാമിനും ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, PSC ആവർത്തിച്ച് കാണാറുണ്ട്. അപ്പം ഇതെങ്ങനെ ആൻസർ ചെയ്യുന്നതെന്നും ഇതിൻ്റെ കുറച്ച് ഇക്വേഷൻസൊക്കെ നമുക്ക് പഠിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 100-ൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണുക. 100-ൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണുക. ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n² ആണ്. ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n² ആണ്. 100-ൽ ഇപ്പം നമ്മൾ 100-ൽ എത്ര ഒറ്റസംഖ്യകൾ എത്ര ഇരട്ടസംഖ്യകളുണ്ട്? 50 ഒറ്റസംഖ്യകളും 50 ഇരട്ടസംഖ്യകളും ചേർന്നതാണ് 100. അതായത് 100 വരെ നമുക്ക് 50 ഒറ്റസംഖ്യകളും 50 ഇരട്ടസംഖ്യകളും ഉണ്ടായിരിക്കും. അപ്പം എന്നിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലായി 50. 100-ന് താഴെയുള്ള ഒറ്റസംഖ്യകൾ നമുക്കപ്പോൾ എത്ര കിട്ടും? 50 എന്ന് കിട്ടും. അപ്പോൾ 100-ൻ്റെ താഴെയുള്ള ഒറ്റസംഖ്യകൾ 50. അപ്പോൾ n = 50 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാണ്? ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n² ആണ്. n² = 50². ദാറ്റ് ഈസ് ഈക്വൽ ടു 2500. 2500 ആയിരിക്കും നമുക്ക് ആൻസർ ലഭിക്കുന്നത്. PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് തുക കാണുക എന്നുള്ളത്. ഒറ്റസംഖ്യകളുടെ തുക, ഇരട്ടസംഖ്യകളുടെ തുക, പിന്നെ വർഗ്ഗങ്ങളുടെ തുക, അതുപോലെ തന്നെ ആദ്യം തൊട്ട് ഇത്ര പദം വരെ ഉള്ളതിൻ്റെ തുക, അടുത്തടുത്ത് വരുന്നതിൻ്റെ തുക. അപ്പം PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് തുക കാണുക. ഇവിടെ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണ്? 100-ൽ താഴെയുള്ള ഒറ്റസംഖ്യകളുടെ തുക കാണുക. 100-ൽ താഴെയുള്ള ഒറ്റസംഖ്യകളുടെ തുക. അപ്പോൾ ഒറ്റസംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n² ആണ്. ഇവിടെ 100-ലാണ് പറഞ്ഞിരിക്കുന്നത്. 100-ൽ താഴെയുള്ള ഒറ്റസംഖ്യകൾ. 100-ൽ എത്ര ഒറ്റസംഖ്യകളാണുള്ളത്? 50 ഒറ്റസംഖ്യകളാണുള്ളത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് 50 എന്ന് ലഭിച്ചു. n² = 50² 2500 എന്ന് ആൻസറിൽ ലഭിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഒറ്റസംഖ്യകളുടെ തുക കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എടുക്കുക. പിന്നെ ആ ഒറ്റസംഖ്യകളുടെ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 100-ൽ താഴെയുള്ള ഇരട്ടസംഖ്യകളുടെ തുക കാണുക. അപ്പോൾ നമ്മൾ മുമ്പേ നേരത്തെ 100-ൽ താഴെയുള്ള ഒറ്റസംഖ്യകളുടെ തുക കാണാനാണ് ഉള്ള ചോദ്യമാണ് ചോദിച്ചത്. ഇവിടെ 100-ൽ താഴെയുള്ള ഇരട്ടസംഖ്യകളുടെ തുക കാണുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആദ്യം കാണുക. ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1. ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n × n+1. ഇവിടെ 100-ൽ താഴെയുള്ള ഇരട്ടസംഖ്യകളുടെ തുക കാണുക എന്നാണ് ചോദ്യം. നേരത്തെ ചോദ്യത്തിൽ 100-ൽ താഴെയുള്ള ഒറ്റസംഖ്യകളുടെ തുക കാണുക എന്നതായിരുന്നു. 100 വരെ നമ്മൾ നേരത്തെ പറഞ്ഞു, 100 വരെ 50 ഒറ്റസംഖ്യകളും 50 ഇരട്ടസംഖ്യകളും ചേർന്നതാണ് 100 വരെ എന്ന് നമ്മൾ പറഞ്ഞു. 100 വരെ 50 ഒറ്റസംഖ്യകളും 50 ഇരട്ടസംഖ്യകളും. ഇവിടെ 50 ഒറ്റസംഖ്യകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ 100-ൽ താഴെ, 100 ഒരു ഇരട്ടസംഖ്യയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 100-ൽ താഴെ എന്ന് പറയുമ്പം 49 ഇരട്ടസംഖ്യകളെ കാണത്തുള്ളൂ. കൺഫ്യൂഷൻ ആകരുത്. 100 വരെ എന്ന് പറയുമ്പം 50 ഇരട്ടസംഖ്യകളും 50 ഒറ്റസംഖ്യകളും ആണെങ്കിൽ 100-ൽ താഴെ എന്ന് പറഞ്ഞാൽ 100 നമ്മൾ ഇരട്ടസംഖ്യയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ 100-ൽ താഴെ എന്ന് പറഞ്ഞാൽ 49 ഇരട്ടസംഖ്യകളെ ഉള്ളൂ. അപ്പോൾ അവിടെ തെറ്റാൻ ചാൻസ് ഉണ്ട്, അത് നോക്കി ചെയ്യുക. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 49 ആണ്. 100-ൽ താഴെയുള്ള ഇരട്ടസംഖ്യകളുടെ തുക കാണാൻ എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 49. അത് ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 49 × 49 + 1 എന്ന് പറയുന്നത് 50 ആണ്. 49 × 50 2450. നമുക്ക് കിട്ടുന്ന ആൻസർ 2450 ആണ് 100-ൽ താഴെയുള്ള ഇരട്ടസംഖ്യകളുടെ തുക.
തുക കാണാനുള്ള ചോദ്യങ്ങളിൽ ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനും പഠിച്ചു, ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനും പഠിച്ചു. ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n², ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n×n+1. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വർഗങ്ങളുടെ തുക 1 മുതൽ തുടർച്ചയായ n വർഗസംഖ്യകളുടെ തുക കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ 1² + 2² + 3² + etc. + 10² ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. 1² + 2² + 3² + etc. + 10². ഇതിൻ്റെ തുടർച്ചയായ 1 മുതൽ തുടർച്ചയായ 10 സംഖ്യകളുടെ വർഗസംഖ്യകളുടെ തുക. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ക്വയറിൻ്റെ തുകയാണ്, സ്ക്വയറാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്ക്വയറിൻ്റെ തുക കാണാനാണ് ചോദ്യം. 1 മുതൽ തുടർച്ചയായ n വർഗസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആദ്യം നോക്കുക. ഇക്വേഷൻ എങ്ങനെ? n×n+1 × 2n+1 / 6. അപ്പോൾ എന്താണ്? n×n+1 × 2n+1 / 6. ഇതാണ് 1 മുതൽ തുടർച്ചയായ n വർഗങ്ങളുടെ തുക. ഇക്വേഷനകത്തോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ 1 മുതൽ തുടർച്ചയായ n വർഗസംഖ്യകളുടെ സ്ക്വയറിൻ്റെ തുക കാണാൻ. സ്ക്വയറിൻ്റെ തുക കാണാനുള്ള ഇക്വേഷനാണ് n×n+1 × 2n+1 / 6. ഇവിടെ പറഞ്ഞിരിക്കുന്ന n എന്ന് പറയുന്നത് 10 ആണ്. 10² വരെ കാണാനുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ n-ൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ ഇക്വേഷനകത്തോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10×10+1 × 2×10+1 / 6 = 10 × 11 × 21 / 6 = 385. അപ്പോൾ നമുക്കിത് 1 മുതൽ 10 വരെയുള്ള സ്ക്വയറുകളുടെ തുക, തുടർച്ചയായ 10 വരെയുള്ള സ്ക്വയറുകളുടെ തുകയുടെ ആൻസർ 385 കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ്, PSC ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻസ്, അത് തുക കാണാനുള്ള തന്നെ 3 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ, പിന്നെ ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ, സ്ക്വയറിൻ്റെ തുക കാണാനുള്ള ക്വസ്റ്റ്യൻ. ഇത് 3നും ഇക്വേഷൻസ് ഉണ്ട്. അത് 3ഉം നന്നായിട്ട് പഠിക്കുക. അപ്പം മാത്രമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.